ആദ്യം നമുക്ക് ഈ 6 മുട്ടയെ പുഴുങ്ങിയെടുക്കാം. ഈ മുട്ടയൊക്കെ പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനെ മുറിക്കാം. ഇങ്ങനെ മുറിക്കേണ്ടത് നോക്കാം. വെറുതെ ഇങ്ങനെ ഇതിനെ മുറിച്ചെടുക്കാം. ഞാനിത് മുഴുവൻ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കട്ടെ. മുട്ടയൊക്കെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മയോണൈസ്, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് സെലറി, പിന്നെ കുറച്ച് മസ്റ്റർഡ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ അത്രേ ഇടുന്നുള്ളൂ. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഒരു കാലിൻ്റെ പകുതി പപ്രിക്ക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളകും. ഇത്ര ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു ഞെക്ക് എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ മുട്ട ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മയോണൈസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമുക്കത് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ടോസ്റ്റ് ചെയ്തു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ, ടോസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ. അപ്പം ഇതിലേക്ക് ഇത് വെച്ചു. കുട്ടികളൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ബാലൻസ്ഡ് ഭക്ഷണമായി. അവരുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ വെക്കാൻ പറ്റിയൊരു സാധനമാണ്. ഞാൻ ഇവിടെ ഒരു ലെറ്റസിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ നമ്മുടെ എഗ് സാലഡ് സാൻഡ്വിച്ച് റെഡി. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ വെക്കാൻ ഒരു നല്ല ഓപ്ഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും.